ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പിന്മാറാതെ, പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി സജിൻ എന്നെ ത്രട്ടൻ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിൻ്റെ പരാതി എടുത്തതിൻ്റെ FIR-ന്റെ സമയം ലേറ്റായത് അതുകൊണ്ടാണ്. FIR-ന്റെ കോപ്പിയാണ് ഇത്. കൂടാതെ എനിക്കുള്ള വലിയ ത്രട്ടനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെയൊക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന എൻ്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലിയെ തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി തന്നെ രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കീറുമെന്നും പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാളെ വിളിച്ചപ്പോൾ പോലീസുകാരെ തെറി വിളിച്ചു അയാൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് ത്രട്ടൺ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR ഇടാൻ വേണ്ടി കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ 16-ാം തീയതി തന്നെ സജിന എനിക്കെതിരെ നടത്തിയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത്. അവിടെ കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കിടപ്പുണ്ട്. ഇത് 2ാമത് ഞാൻ കൊടുത്തതാണ്. കാരണം ഇതെൻ്റെ ത്രട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ്. കമ്മീഷൻ ഓഫീസിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അതിവേഗം തന്നെ ആ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുകയും എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് ഈ വിഷയത്തിൽ. അതുപോലെ ഞാൻ കോടതിയിൽ എൻ്റെ അഡ്വക്കേറ്റ് മുരളി സാറാണ്, വള്ളക്കടവ് മുരളി സാറാണ്. സാറിൻ്റെ കയ്യിൽ ഞാൻ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ശരിക്കും ഈ സജനയ്ക്ക് എൻ്റെ അടുത്ത് ഉണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത്, റസൽ പൂക്കുട്ടി സജന 2 പേര് തമ്മിലുള്ള ബന്ധം, അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ബന്ധം, അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത്, റസൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികളിൽ ബന്ധപ്പെടുന്ന ഒരാളെ അല്ല ഈ റസൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആൾ. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്നൊരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവർ ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞൊരു 9 വീക്സ് പ്രഗ്നൻസിൻ്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കള്ളപ്പരാതിയാണ്. അത് മുഖ്യമന്ത്രിയോട് തന്നെ കണ്ട സമയത്തും സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അവർ തന്ന പരാതിന്മേൽ സാർ അന്വേഷണം നടത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്കായെന്നും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നും പറഞ്ഞാണ് അവർ പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്.